അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷനിലെ മൂന്നാമത്തെ ബ്ലോക്കാണ് നമുക്ക് നോക്കാനുള്ളത്, ലിറ്റററി ട്രാൻസ്ലേഷൻ. അതിലെ 16ാമത്തെ യൂണിറ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ എസ്സേ അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കിൾസ്, ഇതിൻ്റെ ട്രാൻസ്ലേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അന്നജാഹ് എന്ന് പറയുന്നുള്ള ഒരു ചെറിയൊരു ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ ചെറിയൊരു എസ്സേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം അത് നിലനിൽക്കുന്നത്, അത് അവലംബിക്കുന്നത് ഒരു പോയിന്റിലാണ്. അതിൽ മുഖ്യമായിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളത് നമ്മുടെ അൽ ഇറാത്തുൽ ഖവിയ്യ, സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞുറപ്പിക്കണം. അതേപോലെ തന്നെ ആ തൻഫീദു സരിയ, റാപ്പിഡായിട്ടുള്ള എക്സിക്യൂഷൻസ്, നമ്മൾ പെട്ടെന്ന് ചെയ്ത കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അതേപോലെ തന്നെ ഇൻതിഹാസുൽ ഫുർസ, അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മുതലെടുക്കണം. ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇന്നൽ ഹറബ് ജിഹാദുൻ, ഈ യുദ്ധം എന്നുള്ളത് വളരെയധികം സ്ട്രഗിൾ ഉള്ളൊരു കാര്യം, വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു രീതിയിൽ നമ്മൾ പറയാറുണ്ട് അൽ ഹറബു അൽ ഹയാത്തു, ജീവിതം എന്നുള്ളത് ഒരു യുദ്ധമാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തുണ്ട്, ഒരുപാട് സ്ട്രഗിളുകൾ ഉണ്ടാവും. ഒരു നല്ല യുദ്ധം ചെയ്യുന്ന നല്ലൊരു യോദ്ധാവ് എന്നുള്ളത് അവൻ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നതിലും അവനെന്താണ് വീഴ്ച വരുത്താത്തതിനുമാണ്. അപ്പോൾ ആ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അവന് നേരെ വരുന്ന അമ്പുകളെയൊക്കെ അവൻ എന്ത് ചെയ്യും, ചേർത്ത് നിൽക്കും, അവൻ ഡിഫെൻഡ് ചെയ്യും. അതേപോലെ തന്നെ അവൻ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും അവനെന്താണ് എപ്പോഴും ജാഗ്രതയിൽ എന്താണ് അവൻ വീഴ്ച വരുത്തുകയും ഇല്ല. അഥവാ നല്ല രീതിയിൽ അവൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതോടുകൂടി അവൻ ജാഗരൂകനും ആഗ്രഹിക്കും. അവൻ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അവസരം അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് മുന്നിട്ട് പോവുകയും അവൻ ആ ഒരു അവസരത്തെ നേടിയെടുക്കുകയും ചെയ്യും. വലം യസ്തുറുക്ക് ലഹദത്തൻ ഹത്താ യദിയഹ, ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത് കാരണത്താൽ ഒരു സെക്കൻഡ് പോലും അവൻ നഷ്ടപ്പെടുത്തുകയില്ല. അവസരം കണ്ടു കഴിഞ്ഞാൽ അത് അവസരം അവൻ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തും. പിന്നീട് അവൻ്റെ ആ ഒരു ലക്ഷ്യത്തിനെ അവൻ നേടിയെടുക്കും. ആ ലക്ഷ്യത്തിന് എങ്ങനെയാണ്, മർമ്മ എന്ന് പറഞ്ഞ ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിന് എങ്ങനെയാണ് നേടിയെടുക്കുക എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കും. വലാ ബഅസ മിനൽ ഫശിൽ, തോൽവി അവനൊരു പ്രശ്നമേ ആയിരിക്കില്ല. കാരണം തോൽവി എന്നുള്ളത് ലിയൻജഹ, ഈ തോൽവി എന്നുള്ളത്, തോൽക്കുന്നത് അത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് നീ ഒരു കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കുകയും അതേപോലെ തന്നെ അതിൽ കൂടുതൽ ജാഗരൂകനാകുകയും ആണെങ്കിൽ ആ ഒരു കാര്യം പൂർണ്ണമായിട്ടും വിജയിക്കുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിലേ നീ അത് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ ഒരു സ്വപ്നം കാണുന്ന ഒരു എഴുത്തുകാരനാവാൻ നിനക്ക് കഴിയും. അതുപോലെ തന്നെ ഈ സാങ്കല്പിക ലോകത്ത് നീന്തി കളിക്കുന്ന ഒരു ഫിലോസഫിക്കാരനായിട്ട് നിനക്ക് മാറാൻ കഴിയും. പക്ഷേ നിനക്കൊരിക്കലും അത്തരത്തിൽ നീ അങ്ങനെയാണെങ്കിൽ നിനക്കൊരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർ ആവാൻ കഴിയില്ല. കാരണം ഒരു ലീഡർ എന്താവുകയില്ല, റിസ്ക് എടുക്കാൻ തയ്യാറാക്കും. പക്ഷേ നീ 100% ഉറപ്പായിട്ട് ആ ഒരു കാര്യം ചെയ്യുള്ളൂ, നീ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഒരു ഭീരുവായിട്ടുള്ള ലീഡർ, അൽ ഖായിദുൽ ജുബാൻ എന്ന് പറഞ്ഞാൽ ഭീരുവായിട്ടുള്ള ലീഡർ, അതേപോലെ തന്നെ കോൺഷ്യസ് ആയിട്ടുള്ള ജാഗരൂകനായിട്ടുള്ള ഒരു ലീഡർ, അയാളുടെ സൈന്യത്തിൽ നിന്ന് ഒരാളെയും ബലിയർപ്പിക്കാൻ, ഒരാളെയും ത്യജിക്കാൻ എന്ത് ചെയ്യുന്നില്ല, അയാൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു വിപ്ലവം നയിക്കാൻ കഴിയുകയില്ല. മറിച്ച് ഈ ഒരു വിപ്ലവത്തെ നയിക്കണം വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കഴിയുന്ന അത്ര ചിന്തിക്കുന്ന ഒരു ലീഡർ ആയിരിക്കണം. അതേപോലെ തന്നെ അയാൾ എന്താവുകയില്ല, ആ ലീഡർ, വിപ്ലവം നയിക്കുന്ന ഒരു ലീഡർ ഒരിക്കലും ആവശ്യമായതിൽ അധികം അനാവശ്യമായിട്ടൊരിക്കലും ചിന്തിക്കുകയില്ല. അയാൾ പിന്നീട് കൂടുതൽ ചിന്തിക്കാനൊന്നും നിൽക്കാതെ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അയാൾക്ക് അധിക സമയങ്ങളിലും അയാൾ വിജയിക്കുകയും ചെയ്യും. പക്ഷേ അയാൾ വിജയിക്കുമെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. ഇനി അയാൾ തോറ്റു കഴിഞ്ഞാലോ അയാളുടെ ഡ്യൂട്ടിയും ചെയ്ത് അയാളുടെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സംശയിച്ചെന്താണ്, ഒരു കാര്യം ചെയ്യാൻ ഒരുപാട് സംശയിച്ച് നിൽക്കുന്ന ഒരാളെന്താവുകയില്ല, ഒരിക്കലും ഒരു വിപ്ലവത്തെ നയിക്കാൻ അയാൾക്ക് കഴിയുകയില്ല. മറിച്ച് വരാനിരിക്കുന്നതൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് റിസ്ക് എടുക്കുന്ന ലീഡർക്ക് ഒരു വിപ്ലവം നയിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഒരു വിജയിച്ച ലീഡർ എന്ന് പറയുന്നത്, ഒരു വിജയിച്ച നേഷൻ എന്ന് പറയുന്നത്, ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു വിജയിച്ച മനുഷ്യനെ പോലെ തന്നെയാണ്. അവർ ഈ നേച്ചറിൻ്റെ ഫോഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലോകത്ത് നമുക്ക് മാറ്റാൻ കഴിയാത്ത, ഒരിക്കലും മാറാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കറിയാം. എന്നല്ല, അയാളൊരു കഴിവുള്ള ഒരു മല്ലാഹ്, ഒരു കപ്പിത്താനെ പോലെയാണ്. അയാൾക്കറിയാം എപ്പോഴാണ് അയാളുടെ ഷിറാഴ്, അയാളുടെ ആ ഒരു സൈല്, അയാളുടെ ഒരു പായക്കപ്പലാണെങ്കിൽ പായ ഉണ്ടാവുമല്ലോ, ആ പായ എപ്പോഴാണ് വിരിക്കേണ്ടത്, അതേപോലെ തന്നെ എപ്പോഴാണ് അതിനെ മടക്കി വെക്കേണ്ടത് എന്ന് അയാൾക്കറിയാം. അതേപോലെ തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ കപ്പലിനെ ഓട്ടേണ്ടത്, എങ്ങോട്ടാണ് അതിനെ തിരിക്കേണ്ടത് എന്നെല്ലാം അദ്ദേഹത്തിന് അറിയാം.
അവർക്കറിയാം അവർക്ക് ഈ കാറ്റിനെ ദിശ മാറ്റി വിടാൻ കഴിയില്ല എന്നറിയാം. കാറ്റിനെ മാറ്റാൻ അവർക്ക് കഴിയില്ല. പക്ഷേ ഈ കാറ്റിനെ അവരുടെ കപ്പലിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഈ കപ്പിത്താൻ അറിയാം. അതുപോലെ തന്നെയാണ് ഈ വിജയിച്ചിട്ടുള്ള സമുദായങ്ങൾ, വിജയിച്ചിട്ടുള്ള രാജ്യങ്ങൾ. അവരെന്താണ് ഈ ഒരു അവരുടെ സമൂഹത്തിൻ്റെ ഇജ്തിമായി ആയിട്ടുള്ള സോഷ്യൽ ഫോഴ്സിനെ അവർ ഉപയോഗിക്കും. അവരെന്തെങ്കിലും ഒരു പ്രശ്നങ്ങളെ, ഫൗദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, ഇഷ്യൂസ് അല്ലെങ്കിൽ ചാവസ് എന്നൊക്കെ പറയും, അതിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരതിനെ നേരെയാക്കും. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയനെ വീക്കായി കണ്ടു കഴിഞ്ഞാൽ അവരതിനെ ശക്തിപ്പെടുത്തും. അതുപോലെ ഗവൺമെൻറ് മെഷീനുകളിലൊക്കെ എന്തെങ്കിലും സ്ലോ മോഷൻ കാണുകയാണെങ്കിൽ അവരതിനെ പുതുക്കി പണിയും. ആലത്തുൽ ഹുക്കൂമിയ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മെഷീനുകളാണ്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അവരതിനെ പുതുക്കും. അതേപോലെ തന്നെ അവരെവിടെയെങ്കിലും അക്രമത്തെ കാണുകയാണെങ്കിൽ നീതി കൊണ്ട് അവരതിനെ നീക്കിക്കളയും. അവർക്കെന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിനെ ചികിത്സിക്കുകയോ അല്ലെങ്കിൽ ആ രോഗത്തിനുള്ള പ്രിവെൻഷൻ എടുക്കുകയോ മാത്രമല്ല അവർ ചെയ്യുന്നത്. മറിച്ച് രോഗം വന്ന വ്യക്തിക്ക് അവർക്ക് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യിപ്പിക്കുന്നുമുണ്ട്. ഇപ്രകാരം തന്നെയാണ് ഒരു വിജയത്തിൻ്റെയും അതേപോലെ തന്നെ പരാജയത്തിൻ്റെയും കാര്യത്തിൽ ഒരു സമുദായത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും ഒരു മനുഷ്യൻ്റെയും ഒരു വ്യക്തിയുടെയും കാര്യം, നിയമങ്ങൾ ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവസാന പാരഗ്രാഫിൽ പറയുന്നു, ഫക്കിർ വാമൽ, നീ ചിന്തിക്കുക, വാമൽ നീ എന്നിട്ട് അതിനെ പ്രവർത്തിക്കുക, ഒബത്തക്കീർ നീ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, വജാഹിദ് നീ പരിശ്രമിക്കുക, വഗാമിർ നീ റിസ്ക് എടുക്കുക, വൻ തൈസിൽ ഫുർസത്ത നീ നിനക്ക് ഉണ്ടാവുന്ന ചാൻസുകൾ, ഓപ്പർച്യൂണിറ്റീസ് അതിനെ നീ എന്ത് ചെയ്യുക, മുതലെടുക്കുക, തൻജഹ് അങ്ങനെയാണെങ്കിൽ നീ ജയിക്കും. വൈല്ല നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഫൽമൗത്തു നിനക്ക് മരണമാണുള്ളത്. ഔ ഷിബഹു അല്ലെങ്കിൽ മരണത്തോട് സാമ്യമായിട്ടുള്ള ഒന്നാണ് നിനക്ക് വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നീട് ഇവിടെ കുറച്ച് നമ്മുടെ വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് അഥവാ മൂന്നാം ബ്ലോക്കിൽ നിന്നുള്ള വേർഡുകളും മീനിങ്ങുകളും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അധികവും നമ്മൾ ക്വസ്റ്റ്യനിൽ വരാറുള്ളത് രണ്ടാം ബ്ലോക്കിൽ നിന്നുള്ള വേർഡുകളും മീനിങ്ങുകളുമാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞാൽ നല്ലതുമാണ്. അതേപോലെ തന്നെ പിന്നീട് അവിടെ ജുംല ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവസാനത്തിൽ ഒരു എക്സസൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ഇത് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നമുക്കിതും കൂടെ നോക്കാം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് അല്ല, മറിച്ച് ഇവിടെ വേറൊരു എക്സസൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. ആ വാക്കുകളുടെ ഓപ്പോസിറ്റ് വാക്കുകൾ എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത് അൽ ഉമ്മത്തുൽ നാജിയ, അതിനുള്ള ഓപ്പോസിറ്റ് വാക്കായിട്ട് വരുന്നത് അൽ ഉമ്മത്തുൽ ഫാഷില എന്നുള്ളതാണ്. ഉമ്മത്തുൽ നാജിയ എന്ന് പറഞ്ഞാൽ വിജയിച്ച സമുദായം എന്നുള്ളതാണ്, സമൂഹമാണ്. ഉമ്മത്തുൽ ഫാഷില എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട സമൂഹം. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ളത് അന്നജാഹ്, അതിന് നേരെ വിപരീതമായിട്ട് അൽ ഫഷ്ൽ എന്ന് കൊടുക്കാം, പരാജയം എന്ന് കൊടുക്കാം. മൂന്നാമതായിട്ടുള്ളത് അൽ അദ്റാർ, പ്രയാസങ്ങൾ എന്നുള്ളതാണ്. അതിന് നമുക്ക് വിപരീതമായിട്ട് അൽ മനാഫി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അൽ ഫവായിദ്, ഉപകാരങ്ങൾ എന്താണ്, ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. നാലാമതായിട്ടുള്ള യുസദ്ദിദു, ശരിയാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വിപരീതമായിട്ടുള്ളത് തെറ്റാക്കുക എന്നാണ്. അതിന് യൊഹ്തിയു എന്നാണ് പറയുക. അതേപോലെ തന്നെ അഞ്ചാമതായിട്ടുള്ളത് അൽ കായിദുൽ ജുബ്ബാനു, ഭീരുവായിട്ടുള്ള നേതാവ്, ലീഡർ എന്നാണ് അതിനർത്ഥമാക്കുക. അതിനുള്ള ഓപ്പോസിറ്റായിട്ട് വരുന്നത് വളരെ ശക്തനായിട്ടുള്ള, അതല്ലെങ്കിൽ എന്താണ്, ധീരനായിട്ടുള്ള ഒരു നേതാവ് എന്നുള്ളതാണ്. അതിന് അറബിയിൽ അൽ കായിദു ഷുജാഇ എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്നുള്ളത്. സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.